ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോ അഭയാരണ്യം കാപ്രിക്കോട് എക്കോ ടൂറിസം അഥവാ കാപ്രിക്കോട് മിനി സൂ ഇവിടെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. മലയാറ്റൂർ അടുത്തുള്ള കോടനാട് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ റീലൊക്കേറ്റ് ചെയ്താണ് അഭയാരണ്യം എന്ന പേരിൽ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. പാർക്കിംഗ് ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് കുട്ടികൾക്ക് 20 രൂപ, മുതിർന്നവർക്ക് 50 രൂപ. കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് 5 വയസ്സ് 13 വയസ്സിന് ഇടയിലുള്ളവരാണ്. പിന്നെ ഫോറിനേഴ്സിന് 300 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത്. പിന്നെ സ്റ്റിൽ ക്യാമറ കയറ്റണമെങ്കിൽ 250 രൂപ ആണ്. അതിൽ കൂടുതലായിട്ട് തോന്നി. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മളൊന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് നേരെ കയറി വരുമ്പോൾ തന്നെ ഒരു ബട്ടർഫ്ലൈ ഗാർഡനെ കാണാം. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചൊന്നും ഇങ്ങോട്ട് വരരുത്. ഇവിടെ നിന്നൊരു 12 കിലോമീറ്റർ മാറിയാണ് പാനിയിൽപ്പോര്. അവിടെ പോയിട്ടൊക്കെ വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. നമ്മളവിടെ നേരെ നടന്നു വരുമ്പോൾ തന്നെ കാപ്രിക്കോട് മിനി സൂ എന്ന് പറഞ്ഞൊരു ആർച്ച വെച്ചിട്ടുണ്ട്. അതുവഴി പോകുമ്പോഴാണ് അവിടെയാണ് മാനിനെയും മ്ലാവിനെയൊക്കെ നിർത്തിയിരിക്കുന്നത്. ഒരുപാട് മ്ലാവുകളും മാനുകളൊക്കെ ഒരുപാടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വന്നു കഴിഞ്ഞാൽ. കുട്ടികൾക്കും കപ്പിൾസിനൊക്കെ ആയിരിക്കും ഈ സ്ഥലം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. മാനിനൊക്കെ ഇട്ടിരിക്കുന്ന അവിടെ മുളയൊക്കെ വളർത്തി നല്ല അടിപൊളിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. നല്ല തണുപ്പൊക്കെയാണ്. പുറത്ത് ചൂടാണെങ്കിലും അതിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നല്ല റിലാക്സ്ഡ്, നല്ല തണലൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഏറുമാടമൊക്കെ കാണാം. നമുക്ക് അവിടെ കയറി അതിൻ്റെ പുറത്തു നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. ഇത് രക്തചന്ദനക്കാടാണ്. ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് പെരിയാർ നദിയൊക്കെ ഒഴുകുന്നത്. ഇവിടെ ഇരിക്കാനായിട്ട് അവർ ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇരിക്കാൻ ഊഞ്ഞാൽ, പിന്നെ ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇതാണ് അഭയാരണ്യം ക്യാമ്പിൽ ആനകൾ നിർത്തിയിരിക്കുന്ന സ്ഥലം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ആനകളുടെ വിവരങ്ങളും കാര്യങ്ങളും ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആന ഏതാണ്, അതിൻ്റെ പേരും വിവരങ്ങളൊക്കെ. നാട്ടിൽ ആക്രമണം ഉണ്ടാക്കുന്നതും പിന്നെ പരിക്കേറ്റതുമായ ആനകളെയൊക്കെ വനം വകുപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ചട്ടം പഠിപ്പിക്കുന്നത്. ഈ ആനകളെയൊക്കെ വെള്ളക്കുറവാണെങ്കിൽ പെരിയാർ നദിയിലാണ് കുളിപ്പിക്കുന്നത്. അതിന് ടൈം എന്നുണ്ട്. ആ ടൈമിനാണ് കുളിപ്പിക്കുന്നത്. വൈകുന്നേരം എന്തോ ആണ്. ഈ അഭയാരണ്യം ക്യാമ്പിലെ സന്ദർശന സമയം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇവിടെ അവധിയാണ്. ഇതാണ് പീലാണ്ടി ചന്ദ്രു എന്ന ആന. 9 പേരെ അപകടപ്പെടുത്തിയതിനെ മണ്ണാർക്കാട് ഡിവിഷനിൽ നിന്ന് ഫോറസ്റ്റ് പിടികൂടി ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നതാണ് ചട്ടം പഠിപ്പിക്കാനായിട്ട്. ഇതിനിങ്ങോട്ട് മാറ്റിയാണ് നിർത്തിയിരിക്കുന്നത്, മറ്റേ ആനകളുടെ കൂടെയല്ല. ഇതാണ് ആനേനെ ചട്ടം പഠിപ്പിക്കാനുണ്ടാക്കിയ ആദ്യം കൂടെന്ന് എനിക്ക് തോന്നുന്നു. എറണാകുളം ജില്ലയിൽ പാനിപ്പൂരൊക്കെ പോകുന്നവർക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. ഒരുപാട് പ്രതീക്ഷയോടെ ഒന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വൺ ടൈം കണ്ടിരിക്കാം.